നമ്മൾ പഠിച്ച ചരിത്രം മുഴുവൻ തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മനുഷ്യൻ ഗുഹകളിൽ കഴിഞ്ഞിരുന്ന, മൃഗങ്ങളെ വേട്ടയാടി നടന്നിരുന്ന ഒരു കാലം, അതായത് ഒരു 10,000 വർഷങ്ങൾക്കും മുൻപ്. ഇന്നത്തെ ആധുനിക എഞ്ചിനീയറിംഗിനെ പോലും തോൽപ്പിക്കുന്ന ഒരു പടുകൂറ്റൻ നഗരം ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലോ? ഹേയ്, അതൊന്നും നടക്കാത്ത ഒരു കാര്യമാണെന്ന് ചിന്തിക്കാൻ വരട്ടെ. കാരണം അങ്ങനെ ഒന്ന് ശരിക്കും ഉണ്ടായിരുന്നു. അതും നമ്മുടെ കടലിന്റെ ഇരുണ്ട അടിത്തട്ടിൽ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ കൃത്യമായി വെട്ടിമിനുക്കിയ വലിയ പടവുകൾ, 90 ഡിഗ്രിയിലുള്ള മൂലകൾ, കൊട്ടാരങ്ങളിലേതുപോലത്തെ കൂറ്റൻ തൂണുകൾ, നടപ്പാതകൾ. കേൾക്കുമ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ സീൻ പോലെ തോന്നാം. പക്ഷേ ഇത് സിനിമയല്ല, ശാസ്ത്രലോകത്തെ ഒന്നടങ്കം മുൾമുനയിൽ നിർത്തിയ ഒരു യഥാർത്ഥ സംഭവമാണ്. മനുഷ്യൻ കൃഷിയും ചക്രവും ഒക്കെ കണ്ടുപിടിക്കുന്നതിനും എത്രയോ 1000 വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കടലിനടിയിൽ ഇങ്ങനെ ഒരു നഗരം ഉണ്ടാക്കാൻ ആർക്കാണ് കഴിഞ്ഞത്? അതോ ഇതെല്ലാം വെറും പ്രകൃതിയുടെ മായാജാലം മാത്രമാണോ? ജപ്പാന്റെ തീരത്ത് ഉറങ്ങിക്കിടക്കുന്ന യൊനാഗുനി സ്മാരകം അഥവാ യൊനാഗുനി മോണുമെന്റ് ലോകത്തിന് മുന്നിൽ ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. സംഭവം എന്താണെന്ന് അറിയാൻ നമുക്ക് 1986 ഒന്ന് പോകാം. ജപ്പാന്റെ ഏറ്റവും താഴെയുള്ള ചെറിയൊരു ദ്വീപാണ് യൊനാഗുനി. ലോകമെമ്പാടുമുള്ള സ്കൂബ ഡ്രൈവർമാരുടെ പ്രിയപ്പെട്ട സ്ഥലം. അവിടെ ചുറ്റിക സ്രാവുകളെ അതായത് ഒരു ഹാമർ ഹെഡ് ഷാർക്കുകളെ കാണാൻ വേണ്ടി കിഹാച്ചിറോ അരാത്തക്കെ എന്നൊരു ഡൈവർ കടലിലേക്ക് ഇറങ്ങി. ഏകദേശം 25 മീറ്ററോളം താഴേക്ക് പോയപ്പോൾ പുള്ളി കണ്ടത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. വെളിച്ചം കുറഞ്ഞ ആ ഇരുട്ടിൽ ഒറ്റ നോട്ടത്തിൽ മനുഷ്യൻ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്ന ഒരു വലിയ കൽമണ്ഡപം. അതൊരു സാധാരണ പവിഴപ്പുറ്റോ പാറയോ ഒന്നും ആയിരുന്നില്ല. മുകളിലേക്ക് കയറാൻ പാകത്തിന് വെട്ടിയുണ്ടാക്കിയ പടവുകളും സമാന്തരമായ ഭിത്തികളും ഒക്കെയുള്ള വലിയൊരു പിരമിഡ് പോലത്തെ സ്ട്രക്ചർ. ഒരു നിമിഷം അദ്ദേഹം ശരിക്കും അമ്പരന്നുപോയി. ശ്വാസം നിലച്ചുപോയ നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. ഈ വിവരം പുറത്തറിഞ്ഞതോടെ ലോകമെമ്പാടുമുള്ള സമുദ്ര ഗവേഷകർ അവിടേക്ക് ഓടിയെത്തി. ഇതിന്റെ പഴക്കം നോക്കിയപ്പോൾ അവർ വീണ്ടും ഞെട്ടി. അവസാനത്തെ ഹിമയുഗത്തിൽ, അതായത് ഒരു 10,000 മുതൽ 15,000 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം കടലിനടിയിൽ ആയിരുന്നില്ല, മറിച്ച് കരയിലായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യർ അന്ന് ഗുഹകളിൽ ജീവിച്ചിരുന്ന സമയമാണ്. അന്ന് ഇത്രയും വലിയ കല്ലുകൾ വെച്ച് ഇങ്ങനെ ഒരു നഗരം പണിയാൻ ആർക്കാണ് കഴിഞ്ഞത്? അറ്റ്ലാന്റിസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ നമുക്കറിയാത്ത അത്രയും അഡ്വാൻസ്ഡ് ആയ വേറെ വല്ല നാഗരികതയും അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നു? ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ശാസ്ത്രജ്ഞർ തന്നെ ഇത് കണ്ടിട്ട് 2 ടീമായി തിരിഞ്ഞു. ഒരു വശത്തെ പ്രൊഫസർ മസാക്കി കിമുറയുടെ നേതൃത്വത്തിലുള്ള സംഘം. അദ്ദേഹം വർഷങ്ങളോളം ഇതിനടിയിൽ ഡൈവ് ചെയ്ത് പഠിച്ച ആളാണ്. കിമുറ പറയുന്നത് ഇത് ഉറപ്പായും മനുഷ്യർ ഉണ്ടാക്കിയതാണെന്നാണ്. അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ ഇതാണ്. പ്രകൃതിക്ക് ഒരിക്കലും 90 ഡിഗ്രിയിൽ ഇങ്ങനെ കൃത്യമായി കോണുകൾ ഉണ്ടാക്കാൻ കഴിയില്ല. അതുപോലെ വെള്ളം ഒഴുകിപ്പോകാൻ കൃത്യമായ ഡ്രെയിനേജ് സംവിധാനമുണ്ട്. പാറയിൽ കൊത്തുപണികളുണ്ട്. ശാന്തസമുദ്രത്തിൽ പണ്ട് മുങ്ങിപ്പോയതായി കരുതപ്പെടുന്ന മു എന്നൊരു നിഗൂഢ സാമ്രാജ്യം ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കിപത്രമാണിതെന്നാണ് പുള്ളി ഉറപ്പിച്ചു പറയുന്നത്. എന്നാൽ മറുവശത്ത് പ്രൊഫസർ റോബർട്ട് ഷോക്ക് എന്നൊരു ജിയോളജിസ്റ്റ് ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അദ്ദേഹം പറയുന്നത് ഈ പ്രദേശം എപ്പോഴും അതിശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഇവിടുത്തെ സാൻഡ്സ്റ്റോൺ പാറകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഭൂകമ്പം വരുമ്പോഴും വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുമ്പോഴും അത് കൃത്യമായ ഷേപ്പിൽ സ്ട്രെയിറ്റ് ലൈനുകളായി പൊട്ടിമാറും. അങ്ങനെ ലക്ഷക്കണക്കിന് വർഷങ്ങളായി കടലിലെ ഒഴുക്കും ഭൂകമ്പവും കാരണം സ്വാഭാവികമായി ഉണ്ടായതാണ് ഇതെന്നാണ് ഷോക്ക് തെളിയിക്കുന്നത്. അത്ഭുതങ്ങൾ കാണിക്കാൻ പ്രകൃതിക്ക് മനുഷ്യന്റെ സഹായം ആവശ്യമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഇവർ തമ്മിലുള്ള തർക്കം മൂത്തപ്പോൾ അവസാനം ആധുനിക ടെക്നോളജിയായ 3D മാപ്പിങ്ങും അണ്ടർ വാട്ടർ റോബോട്ടുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ ഉപയോഗിച്ച് ഇതിനെപ്പറ്റി ആഴത്തിൽ പഠിച്ചു. അപ്പോഴാണ് ചരിത്രകാരന്മാർക്കും ശാസ്ത്രജ്ഞർക്കും ഇടയിൽ യോജിക്കാൻ പറ്റുന്ന ഏറ്റവും ലോജിക്കൽ ആയ ഒരു ഉത്തരം കിട്ടിയതത്രേ. ഈ സ്ട്രക്ചർ അടിസ്ഥാനപരമായി പ്രകൃതിദത്തമായി ഉണ്ടായതാണ്. പക്ഷേ 10,000 വർഷങ്ങൾക്ക് മുൻപ് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ ഈ പാറകൾ കണ്ട് അത്ഭുതപ്പെട്ട് അതിനെ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കുറച്ചുകൂടി വെട്ടിമിനുക്കി എടുത്തതാണെന്ന്.
ടെറ ഫോമിംഗ് എന്നാണ് ശാസ്ത്രം ഇതിനെ വിളിക്കുന്നത്. അതായത് പ്രകൃതി തുടങ്ങി വെച്ച ഒരു വലിയ ശില്പം മനുഷ്യൻ സ്വന്തം കൈകൾ കൊണ്ട് പൂർത്തിയാക്കി എന്ന ചുരുക്കം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഭൂമിയിലെ കടലിന്റെ വെറും 20% മാത്രമേ നമ്മൾ ഇതുവരെ പൂർണ്ണമായും മാപ്പ് ചെയ്തിട്ടുള്ളൂ. കാരണം ബാക്കി 80% ഇന്നും വലിയൊരു ഇരുട്ടിലാണല്ലേ. ഇനിയും അവിടെ ഇതുപോലുള്ള എത്രയോ യോനാഗുനികൾ, എത്രയോ രഹസ്യങ്ങൾ നമ്മളെയും കാത്ത് കിടപ്പുണ്ടാകാമല്ലേ. അപ്പോ നിങ്ങൾക്കിതിൽ എന്ത് തോന്നുന്നു? യോനാഗിനി 100% പ്രകൃതിയുടെ അത്ഭുതമാണോ, അതോ പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യർ അവരുടെ കഴിവ് വെച്ച് ഉണ്ടാക്കിയതാണോ? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും അത് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.